പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു അപകടത്തിന്റെ വാർത്തയാണ് ഈ വാർത്താദിനത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പാലക്കാട് പുതുപ്പരിയാരത്ത് ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് 2 മരണം സംഭവിച്ചിരിക്കുന്നു. മക്കരപ്പറമ്പ് സ്വദേശികളായ കണ്ണനും റിൻഷാദുമാണ് മരിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഇപ്പോൾ കത്തി നശിച്ചിട്ടുണ്ട്. ലോറി ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി ഇക്ബാൽ അറക്കൽ ചേരുന്നു. ഇക്ബാൽ അറക്കൽ, ഗുഡ് മോർണിംഗ് ഇക്ബാൽ. എപ്പോഴായിരുന്നു ഈ സംഭവം? അരുൺ, ഇന്ന് പുലർച്ചെ 5:30 മണിയോടുകൂടിയാണ് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ പുതുപ്പരിയാരം എസ്റ്റേറ്റ് ഭാഗത്ത് വെച്ച് ഈ അപകടം ഉണ്ടാകുന്നത്. മലപ്പുറം ഭാഗത്തു നിന്നും പാലക്കാട്ടേക്ക് വരികയായിരുന്ന ബൈക്ക് യാത്രികർ എതിർദിശയിൽ പോകുകയായിരുന്ന ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് പൂർണ്ണമായും കത്തി നശിച്ചു. ഈ അപകട സ്ഥലത്ത് വെച്ച് തന്നെ 2 യുവാക്കളും മരണപ്പെട്ടു എന്നാണ് ലഭ്യമായ വിവരം. ബൈക്ക് യാത്രികരായിരുന്നു. മലപ്പുറം മക്കരപ്പറമ്പ് സ്വദേശികളായ കണ്ണൻ, റിൻഷാദ് എന്നിവരാണ് ഈ ബൈക്കിൽ സഞ്ചരിച്ചെന്ന്. ഇരുവരും സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരണപ്പെടുകയായിരുന്നു. നിലവിൽ റിൻഷാദിന്റെയും കണ്ണന്റെയും മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. സ്ഥിരമായി അപകടം നടക്കുന്ന ഒരു മേഖലയാണ് ഈ പുതുപ്പരിയാരം എസ്റ്റേറ്റ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. അവിടെ വെച്ചാണ് ഇന്ന് 5:30 മണിയോടുകൂടി ഈ അപകടം സംഭവിച്ചത്. കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയുമായാണ് ഈ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് കൂട്ടിയിടിച്ചത്. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ലോറിയാണെന്നാണ് നിലവിൽ പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഈ ലോറി ഡ്രൈവറെ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഹേമാംബിക നഗർ പോലീസിന്റെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തെത്തി കൃത്യമായ അന്വേഷണം നടത്തിയതിനു ശേഷം പ്രദേശവാസികളിൽ നിന്ന് മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയ ശേഷമാണ് നിലവിൽ ഈ ലോറി ഡ്രൈവറുടെ കസ്റ്റഡി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. 5:30 മണിയോടുകൂടി ഉണ്ടായ അപകടത്തിലാണ് മലപ്പുറം സ്വദേശികളായ 2 പേർ, അതായത് മക്കരപ്പറമ്പ് സ്വദേശികളായ കണ്ണൻ, റിൻഷാദ് എന്നിവരുടെ മരണം സംഭവിച്ചിട്ടുള്ളത്. നിരവധി അപകടങ്ങൾ ഈ മേഖലയിൽ നടന്നിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നുണ്ട്. നിലവിൽ RTOയുടെയും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ എല്ലാം നേതൃത്വത്തിൽ പ്രദേശത്ത് പരിശോധനയും നടക്കുന്നുണ്ട്. താങ്ക് യു ഇക്ബാൽ.